കൂടുന്തോറും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുഖത്തെ സൗന്ദര്യം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാനാണ്. അത് ചെറുപ്പത്തിലുള്ള ആ ഒരു സൗന്ദര്യം നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമുക്ക് കിട്ടണമെന്ന്. എന്നാൽ നമ്മുടെ ആ ഒരു ഫേസിന്റെ സൗന്ദര്യത്തെക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ആരോഗ്യത്തിന്. നിങ്ങൾ ചെറുപ്പക്കാരുടേതുപോലെ ഇപ്പോഴും 63-ാം വയസ്സിൽ ആ ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ എൻ്റെ വീടിനടുത്തുണ്ട്, അങ്കമാലിയിൽ. അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ ജോസഫ്. അദ്ദേഹമാണ് ഇന്ന് എൻ്റെ ഫോളോവർ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ധാരാളം മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടനവധി പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. എനിക്ക് വയസ്സ് 41-ആണ്, അദ്ദേഹത്തിന് 63-ആണ്. വ്യത്യാസം കണ്ടല്ലേ? ജിമ്മിൽ പോണല്ലേ? ഞാൻ അങ്ങനെയുള്ള ആയിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബോഡി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം 63-ാം വയസ്സിലും എത്രമാത്രം ശക്തമായിട്ടുള്ളൊരു ബോഡിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഇതിന് പുറകിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കറിയേണ്ടത്. ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് കീപ്പ് ചെയ്യണമെങ്കിൽ ഏതൊരു മനുഷ്യനായാലും 60 അല്ല 70 അല്ല 80 വയസ്സ് കഴിഞ്ഞാലും ബോഡി ഒരേപോലെ കീപ്പ് ചെയ്യാം. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള അധ്വാനം കൊടുക്കണം. അത് അധ്വാനം എന്ന് പറയുന്നത് എക്സസൈസ് മാത്രമല്ല. എക്സസൈസ് ഒരു വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ. അധ്വാനം കൊടുക്കുക, ശരീരത്തിന്റെ എല്ലാ മസിലുകളും അധ്വാനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രണ്ടാമത്, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. ഏത് രീതിയിലുള്ള അധ്വാനമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള അറിവുണ്ടാക്കുക. ഇന്ന് ഭക്ഷണമൊക്കെ പലർക്കും ഉണ്ടാവും, പക്ഷെ എന്ത് ഭക്ഷണമാണ് അവനവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതെന്നുള്ള അറിവില്ല. അത് വലിയൊരു ഡ്രോബാക്കാണ്. അപ്പോൾ ഈ 2 അധ്വാനമില്ല, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണമല്ല കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഏജ്ഡാവും, പ്രായാധിക്യം കൊണ്ടുള്ള രോഗങ്ങൾ വരും, ജീവിതശൈലി രോഗങ്ങൾ വരും. അതാണ് ഇന്ന് നമ്മൾ സമൂഹത്തിന് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ആശുപത്രികളെ ശരണം പ്രാപിച്ചിട്ട് യാതൊരു കാര്യമില്ല. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും, പക്ഷെ നിങ്ങളുടെ രോഗം അതിലും മുറിച്ചു വരികയുള്ളൂ. മരുന്ന് ഒരിക്കലും ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധിയല്ല. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഞാനൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണെങ്കിലും ഞാൻ ഇന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് എത്ര ഏജ് ആയാലും നമുക്ക് ശരീരം എത്രത്തോളം ഹെൽത്തി ആയിട്ട് ഒരു പക്ഷേ ചെറുപ്പത്തിലെ പോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അതിനൊരു മോഡലായിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാവരും എൻ്റെ പോലെ ഇത്രയും വലിയ മസിലൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാളൊരു മോഡലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് ഉന്നത നിലവാരത്തിലെത്തണം. എന്നാലേ മറ്റുള്ളവർ മോഡലായിട്ട് നോക്കുകയുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ മസിൽ പിടിച്ച് എല്ലാവരും ഇതുപോലെ ഇത്രയും വലിയ മസിലൊക്കെ ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നത് അത് ന്യായമല്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള അവനവന് പറ്റുന്ന രീതിയിൽ അവനവൻ്റെ ശരീരം സ്ട്രോങ് ആയിട്ടും ഫിറ്റായിട്ടും കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവനവൻ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഭൂമിയിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിരുന്നോ? അതെ. എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കി. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ മറ്റുള്ളവർ പറയാത്ത കുറേ കാര്യങ്ങൾ, അതായത് എൻ്റെ ഇത്രയും കാലത്തെ അറിവ് കൊണ്ട് ഞാൻ പരിചയ സമ്പത്തുകൊണ്ട് ഞാൻ നേടിയെടുത്ത കുറേ കാര്യങ്ങൾ അധികം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ നേട്ടങ്ങളും പരിചയസമ്പത്തും എല്ലാം പരിഗണിച്ചിട്ട് എനിക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ ഡോക്ടറേറ്റ് തന്നു, ഓണററി ഡോക്ടറേറ്റ്. അതാണ് ഇത്. ഞാൻ വെച്ചിവിടെ അദ്ദേഹം ഒരു പുതിയൊരു എക്യുപ്മെന്റ്, അതായത് ഹോം ജിമ്മിന് പകരമായിട്ട് സ്വന്തമായിട്ടൊരു സാധനം ഡെവലപ്പ് ചെയ്ത് പാറ്റന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ആ ഒരു ഡിവൈസ് കണ്ടിട്ടാണ് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ച് ഇനിയിപ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ ഡോക്ടറേറ്റ് കണ്ടെടുത്തതിനാണ്. ഈ മെഷീൻ എൻ്റെ ഒരു 15 വർഷത്തെ തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമാണ്. ഇത്രയും കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അറിവുകളും ഈ ഫിറ്റ്നസ് രംഗത്തെക്കുറിച്ചും എക്സസൈസിനെ കുറിച്ചും ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തെല്ലാം എക്സസൈസുകൾ വേണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും ഞാൻ അതിനു വേണ്ടിയിട്ട്, അതായത് ഒരു സിംഗിൾ മെഷീനിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലാത്തൊരു സിംഗിൾ മെഷീനിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ടതായുള്ള എല്ലാ എക്സസൈസും ചെയ്യണം എന്നൊരു തീവ്രമായ ആഗ്രഹം കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു. അതിനെ അങ്ങനെ വളർത്തിയെടുത്ത് ഒരു 15 വർഷത്തിൻ്റെ എൻ്റെ അധ്വാനം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തന്നെ തുടങ്ങി. അതിനകത്ത് ഒരു എഞ്ചിനീയറെ അപ്പോയിൻറ്റ് ചെയ്തു. അതിന് 15 വർഷം ഞാൻ പുള്ളിയെ ഇരുത്തി ഞാൻ പറഞ്ഞ ഐഡിയ അനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത മെഷീനാണിത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ഇതിൻ്റെ പേര് തന്നെ മാജിക് ജിം എന്നാണ്. ഇല്ലില്ല, ഒരിക്കലും ലോകത്തുണ്ടാവില്ല. ഇതുമോ ശരിക്കും ഇപ്പോൾ ഒരു ജിമ്മിൽ ചെന്നാൽ നമുക്ക് ചെയ്യാവുന്ന, ജിമ്മിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ടല്ല. പലരുടെയും ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോയാൽ സൈക്കിൾ ചെയ്യാൻ നടക്കുക ഇതൊക്കെയാണ്. നിങ്ങൾ ജിമ്മിൽ പോയി നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാശും ചിലവാക്കുന്നുണ്ടെങ്കിൽ
അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ മസിലുകളെയും വർക്ക് ചെയ്യണം. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യ ഒരുപാട് എല്ലാ ജോയിൻസിൻ്റെ ചുറ്റിലും നമുക്ക് മസിലുകളാണ്. ഈ മസിലുകൾ ഇല്ലെങ്കിൽ ആ ജോയിൻറ്റിന് ബലമില്ല. ഇപ്പോൾ ഇവിടെ ഈ മസിൽ എനിക്ക് ഒരു പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും 2-3 ഇരട്ടി വെയിറ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മസിൽ നിങ്ങളുടെ മസിലിനേക്കാളും അത്രത്തോളം സ്ട്രോങ് ആണ്, വലിപ്പമുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ എല്ലാ മനുഷ്യനും അവനവൻ്റെ സ്വന്തം ജോയിൻസിൻ്റെ ബലം കീപ്പ് ചെയ്യാനെങ്കിലും മസിലുകൾ വേണം. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണം. അപ്പോൾ അത് ഇന്നത്തെ മനുഷ്യർക്കില്ല. ഇന്ന് ആകെ മനുഷ്യർ സിംഗിൾ പാക്ക് മാത്രമുള്ളൂ. അതായത് ഫാറ്റ്, ശരീരത്തിൽ ഫാറ്റും കുറേ ബോൺസും ആണ് ഇന്ന് ശരീരത്തിൻ്റെ. മസിലുകളില്ല. മസിലുകളില്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജോയിൻസും തേയ്മാനം വരും. അതോടനുബന്ധിച്ച് ഓരോരോ അസുഖങ്ങൾ വരും. അതുമല്ല, ഒരു നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഈ പ്രോഗ്രാമിൽ വർഷങ്ങൾ, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വർഷം കൊണ്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാർഡ് മസിൽ വർക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആ പ്രോഗ്രാം ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഇത് നമ്മൾ ആ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. കടയിലിരിക്കുന്നു, കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്നു. ഇതൊന്നും മനുഷ്യനെ കൊണ്ട് ഈ പ്രോഗ്രാമിലില്ല. ഇങ്ങനെയൊരു സംഭവം പ്രോഗ്രാമില്ല. ആ പ്രോഗ്രാമിൽ കിടക്കുന്നത് മസിലുകളെ, എല്ലാ മസിലുകളെയും കഠിനമായിട്ട് വർക്ക് ചെയ്യുക. അത് പാടത്തും പറമ്പിലുമാണ് മനുഷ്യൻ അധ്വാനിച്ചിരുന്നത്, കാട്ടിലൊക്കെ ആയിട്ട്. അതിനെ നേരെ ക്രോഡീകരിച്ച് കൊണ്ടുവരിക്കുന്നതാണ് ജിമ്മെന്ന് പറയുന്നത്. ആ ജിമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ജിമ്മിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീടുകളിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഞാൻ ഈ മെഷീൻ മാജിക് ജിം ഉണ്ടാക്കിയത്. എല്ലാ ഈ ട്രൈസെപ്സും ബൈസെപ്സും എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഇത് ബോഡി ബിൽഡേഴ്സിന് വേണ്ടി മാത്രമുള്ള ധാരണയുണ്ട്. അത് ഓരോ മസിലുകൾക്ക് ഒരു പേരിട്ടേക്കുന്നത്. എനിക്കോട് രതീഷൻ ജിമ്മിൽ പോകണമെന്നാണോ? അത്യാവശ്യം ട്രിംഡ് ബോഡിയാണ്. ഓക്കെ. അപ്പം ഈ എല്ലാ നമ്മൾ ട്രൈസെപ്സ്, ചെസ്റ്റ് ഇതൊക്കെ പറയുമെങ്കിലും ആ ജോയിൻസിന്റെ ഓരോ ഡിഫറെന്റ് ജോയിൻസിനെയാണ് നമ്മൾ ഇതിന് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റിന്റെ ലോവർ മസിലുകളും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന്റെ മസിലുകളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. കൈയുടെ മിക്കവാറും ട്രൈസെപ്സും ഷോൾഡറൊക്കെ വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ ചെസ്റ്റിൻ്റെ മസിൽ പ്രധാനപ്പെട്ട വർക്ക് ചെയ്യും. ഇതുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവിടെ വെയിറ്റ് കൂട്ടാം. ഇത് 20-ലധികം വ്യായാമങ്ങൾ ഇതുമ്പോൾ ചെയ്യാം. അതിൽ ഒരു എക്സസൈസ് ഇപ്പോൾ അവിടെ ആ മെഷീനിൽ ഇപ്പോൾ അവിടെ ആ ലേഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇത്രയും വലിയൊരു മെഷീനാണ്. 1.5 ലക്ഷം രൂപ വില വരുന്ന മെഷീനാണ്. ആ മെഷീനിൽ ചെയ്യുന്ന വർക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു മെഷീനിൽ 20-1 എക്സസൈസ് ആണത്. അതുപോലെ തന്നെ ഈ ഐറ്റത്തിൽ തന്നെ ഇവിടെ തന്നെ പിടിച്ചിട്ട് മറ്റുള്ള ട്രൈസെപ്സിന് ഈ മസിലുകൾക്ക് ചെയ്യാം. ഇത് ആവശ്യത്തിനനുസരിച്ച് വെയിറ്റ് അവിടെ കൂട്ടാം. നമ്മളൊരു ലാറ്റ് പുള്ളി മെഷീനിൽ ചെയ്യണമാരെ, ജിമ്മിലൊരു വർക്കൗട്ട് ഒരു മെഷീനിൽ സിംഗിൾ മെഷീനിൽ ചെയ്യണമാരെ ബാക്ക് മസിലുകൾക്കുള്ള വർക്കൗട്ടാണത്. ഇതിന് വെയിറ്റ് ഇടുന്നത് ഈ മെഷീൻ്റെ അങ്ങേയറ്റത്താണ് ലോഡ് ചെയ്യുന്നത്. ഇത് ആവശ്യമനുസരിച്ച് വെയിറ്റ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഈ മെഷീനിൽ ചെയ്ത ഈ സിംഗിൾ എക്സസൈസ് ആണ് അപ്പോൾ 1.5 ലക്ഷം രൂപ വരുന്ന ആ മെഷീനിൽ ഇപ്പോൾ ചെയ്യുന്നത്. വയറുകൾക്കാണ് എല്ലാവരും ആഗ്രഹം. പിന്നത്തെ വയറ് കുറയ്ക്കുന്നതിൻ്റെ സീക്രട്ട് യഥാർത്ഥത്തിൽ ആളുകളുടെ ഉള്ളിൽ ധരിക്കുന്ന മാതിരിയല്ല. അതായത് എല്ലാ എക്സസൈസും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര കലോറി ബേൺ ചെയ്യണം, അതനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിൽ എങ്ങനെ ക്രമീകരിക്കണം, ഇതനുസരിച്ചാണ് വയറ് വരുന്നത്. അബ്ഡോമൻ എക്സസൈസ് ചെയ്യുന്നത് വയറിൻ്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും ആ വയറിനെ ഒന്ന് ഷേപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അബ്ഡോമൻ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം സ്ത്രീകൾക്കും ചെയ്യാം. അതാ ഒരു ജിമ്മിലെ ട്രെയിനറാണ്. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒട്ടും തന്നെ ഒരു സ്ട്രെയിൻ ഇല്ലാതെ അബ്ഡോമൻ എക്സസൈസ് ചെയ്യാം. സാധാരണ നമ്മൾ കിടന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യാറ്. ഇതിപ്പോൾ നിന്ന നിപ്പിൽ തന്നെ അബ്ഡോമൻ എക്സസൈസ് ചെയ്യാം. മുമ്പോട്ട് വളയുമ്പോൾ വയറിലേക്ക് കിട്ടും. അതുപോലെ തിരിച്ച് സ്ലോയിൽ പോകുമ്പോൾ ബാക്ക് മസിലുകൾക്കും സ്ട്രെങ്ത് കിട്ടും. ഇതിന് ഇനി വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് കൂട്ടിയിട്ട് കൊടുക്കാം. ആവശ്യമുള്ള വെയിറ്റ് അവിടെ കൂട്ടാം. ബൈസെപ്സിന് ചെയ്യാം, ബൈസെപ്സ് വർക്കൗട്ടും ചെയ്യാം. ഇത് നമ്മൾ ബൈസെപ്സിന് ഇപ്പോൾ ബാർബൽ കേൾ ചെയ്യുന്നവരെ, ഒരു ബാറിൽ വെയിറ്റിട്ട് ചെയ്യുന്നവരെ അത് ആക്ടിവിറ്റി തന്നെ ഇതുന്നത്. ഇത് ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ്. അത് സാധാരണ ജിമ്മിൽ സീറ്റഡ് ചെസ്റ്റ് പ്രസ് ചെയ്യുന്നവരെ, ഒരു സീറ്റിൽ ഇരുന്നിട്ട് നേരെ ചെസ്റ്റ് പ്രസ് ചെയ്യുന്ന ആ ഒരു എക്സസൈസ് ഇതുമേ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു വർക്കൗട്ട് നമ്മൾ ഒരു സിംഗിൾ മെഷീനിൽ ചെയ്യുന്നതാണത്. അതൊരു 75,000 രൂപയുടെ ഒരു മെഷീൻ. ഇതുമ്പോൾ 20-1 ചെയ്യുന്ന ഒരു എക്സസൈസ് ചെയ്യുന്ന ചെസ്റ്റ് പ്രസ്, അതുമ്പോൾ
അതിന് വേണ്ടിയിട്ട് ജിമ്മിലാണെങ്കിൽ ഇപ്പോൾ 75,000 രൂപ ഒരു സിംഗിൾ മെഷീൻ വേണം. അതുപോലെ ഇത് നമ്മുടെ ബാക്ക് മസിലുകൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്ക് നല്ല ഷേപ്പ് ആവാനും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ബാക്ക് മസിലുകൾ വർക്ക് ചെയ്യും. നടുവിന് ചുറ്റുമുള്ള നട്ടലിന് ചുറ്റുമുള്ള മസിലുകൾ വർക്ക് ചെയ്യും. കൈ ഇവിടെയും പിടിക്കാം, ഇതുപോലെ പിടിക്കാം, പല ആംഗിളിൽ ചെയ്യാം. ഇത് ലെഗ് പ്രസ്, അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദന. മുട്ടുവേദനയ്ക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മരുന്ന് കഴിച്ചാലും മുട്ടുവേദന മാറില്ല. അതിന് ചെയ്യേണ്ടത് കാലിൻ്റെ മുട്ടിന് മേലുള്ള മസിലുകളെ ബലപ്പെടുത്തുക. അവിടെ കുറച്ചെങ്കിലും മസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല എക്സസൈസാണ്. വളരെ സിമ്പിളായിട്ട് ഒരു മാറ്റിൽ കിടന്നിട്ട് ഇപ്പോൾ ലേഡീസിനോ പ്രായമുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് ആവശ്യത്തിനനുസരിച്ച് ഭാരം മെഷീനിൽ കൂട്ടാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ ഗ്ലൂട്ട് മസിലുകൾ, അതായത് ഈ ബട്ടക്സിൻ്റെ മസിലുകൾക്കുള്ള ഒരു പ്രത്യേക എക്സസൈസാണ്. സാധാരണ ജിമ്മിലൊക്കെ ഇത് വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മസിൽ എന്ന് പറയുന്നത് തൈസ് മസിലും ഗ്ലൂട്ടുമാണ്. അപ്പോൾ ഈ മസിൽ വീക്ക് ആകുമ്പോഴാണ് പൊതുവെ ആളുകളുടെ ബോഡിയുടെ സ്റ്റെബിലിറ്റി ഇങ്ങനെ വളഞ്ഞു പോകുന്നതും അതുപോലെ നടുവേദന വരുന്നത്. ലോവർ ബാക്ക് മസിലും ഈ മസിൽ വീക്ക് ആകുമ്പോഴാണ് നടുവേദന വരുന്നതിൻ്റെ റീസൺ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന എക്സസൈസ്. അതായത് അപ്പർ ബോഡി അനങ്ങാതെ ലോവർ ബോഡി മാത്രം ബാക്കിലേക്ക് ഒരല്പം പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പുഷപ്പാണ്. അതായത് ഒരു പ്രായമുള്ളവർക്കും കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ലേഡീസിനൊക്കെ പുഷപ്പ് നിലത്ത് കൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അതിനോട് സ്ട്രെങ്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്തത് തന്നെ ചിലപ്പോൾ തോളുവേന വരും. ഇതുമേ വളരെ കംഫർട്ടബിൾ ആയിട്ട് കറക്റ്റ് ആംഗിളിൽ പുഷപ്പ് ചെയ്യാം. അത്യാവശ്യം പകുതി ലോഡേ വരുള്ളൂ. എല്ലാവർക്കും തന്നെ ഇതുമേ ഒരുവിധം എല്ലാവർക്കും തന്നെ നടക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇതുമേ പുഷപ്പ് ചെയ്യാം. അപ്പോൾ ചെസ്റ്റിൻ്റെ മസിലുകളും ഷോൾഡറിൻ്റെ മസിലുകളും നല്ലതായിട്ട് ആക്ടിവേറ്റ് ആവും. എല്ലാം എല്ലാവരും ജിമ്മിൽ വന്നതുപോലെ വീടുകളിൽ ആ ട്രെഡ്മില്ല വാങ്ങിച്ചിരുന്നത്. അതെ, അപ്പൊ അതും 10,000-75,000 രൂപ കൊടുത്ത് വാങ്ങിയിടുന്നു. അതിന് പകരമായിട്ടുള്ള സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള നടത്തിയോടൊപ്പം ഹോൾ ബോഡി വർക്ക് ചെയ്യുന്ന ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം നമ്മൾ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഹാൻഡിൽ അഴിച്ചു വെക്കണം. രണ്ട് തിരിച്ചിട്ട് ഇത് എടുത്ത് അഴിച്ചു വയ്ക്കുക. ഇത് ക്രോസ് വാക്കിംഗ് എന്ന് പറയും. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാദം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ശരിക്കും മനുഷ്യൻ്റെ കാലിൻ്റെ പാദത്തിന് ആവശ്യത്തിലധികം വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മെഷീനിൻ്റെ കാലിൻ്റെ പാദത്തിന് റെസ്റ്റാണ് കൊടുക്കുന്നത്. അതുപോലെ മുട്ടിന് ഓവർ സ്ട്രെയിൻ ഇല്ല. ടോട്ടൽ ബോഡി വർക്ക് ചെയ്യും. നമ്മുടെ നടക്കുമ്പോൾ ഉപയോഗിക്കാത്ത മസിലുകൾ, അതായത് കൈയുടെ തോളും കാല് നന്നായിട്ട് സ്ട്രെച്ച് ആവും. എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ആവും. പരമാവധി സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ ഒരു നടത്തിയുടെ ഫിസിക്കൽ അധ്വാനവും കിട്ടും. ഹോൾ ബോഡി വർക്ക് ചെയ്യും. കൈ ഓരോ ആംഗിളിൽ പിടിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും പറയാം ഇത് നടത്തിയേക്കാൾ ഒരുപാട് ഗുണമുള്ള ഹോൾ ബോഡി എക്സസൈസാണ്. ട്രെഡ്മിൽ വാങ്ങിയാൽ എന്ന് അത് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്. അത് വാങ്ങിച്ചവർക്ക് അറിയാം. അത് ഒരിക്കലും കേടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. അതൊക്കെ മിക്കവാറും എനിക്കൊന്ന് ചൈനയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിലെല്ലാം വരുന്നത്. ഇതുമ്പോൾ നിങ്ങൾക്ക് ആയുഷ്കാലം എന്തൊക്കെ ചെയ്താലും ഒരു കംപ്ലയിൻറ്റ് വരാനില്ല. എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും ഞാൻ അതിന് ഉത്തരവാദിയാണ്. അത് റെക്ടിഫൈ ചെയ്ത് തരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഡംബലിന് പകരം ഇത് താഴെ നിന്നും വലിക്കാം, ഇങ്ങനെയും വലിക്കാം. ഓരോ കൈക്ക് മാറി ചെയ്യാം. ഇതുപോലെ ഒത്തിരി എക്സസൈസ് നമ്മൾ ചെയ്യാം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കാണിച്ചത് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് ആവശ്യത്തിലധികം ഉണ്ട്. ഇത്രയും ഒരു ദിവസം ചെയ്യാവുന്ന ഇഷ്ടംപോലെ എക്സസൈസ് ഇതുന്നുണ്ട്. ഏകദേശം എല്ലാ മസിൽ പാർട്ടും ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇതുമ്പോൾ വളരെ ചെറിയ മസിലുകൾ, ട്രൈസെപ്സിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുറേ ഐറ്റം ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ആവശ്യമുള്ളതനുസരിച്ച് ചെയ്യാം. അല്ല ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കാം. ഇങ്ങനെ ഒരുപാട് ഐറ്റം ചെയ്യാമെന്ന്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ട്രൈസെപ്സിന് ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ ട്രൈസെപ്സിനുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ കുറേ ആയിട്ട് ഐഡിയ അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഒരു മനുഷ്യ ശരീരത്തിന് ഇത്രയും ഏറെ എക്സസൈസ് വേണമെന്നില്ല. ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ചുകൂടി ബോഡിയൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെറിയ ചെറിയ മസിലുകൾക്കും ഇതുപോലെ വർക്കൗട്ട് ചെയ്യാം. അതായത് ജിമ്മിൽ ചെയ്യുന്ന മിക്കവാറും എല്ലാം തന്നെ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് നല്ലൊരു ഒരു ഹോം ജിമ്മിനേക്കാൾ ഉപരിയായിട്ട് സാധാരണ ആൾക്കാർ കുറെ ഹോം ജിമ്മൊക്കെ വാങ്ങിയിടാറുണ്ട്. ഹോം ജിമ്മിൽ 2-3 ഐറ്റം ചെയ്യാം. 2-3 ഐറ്റമുള്ളൂ ഞാനും വാങ്ങിയിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിനേക്കാളേറെ ഒരു 10-30 രീതിയിൽ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇത് വർക്കൗട്ട് ചെയ്യാം. ഒരു ഹോൾ ബോഡി. ഇപ്പൊ ആ ട്രെഡ്മില്ലിനെ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഏറ്റവും മിനിമം 50,000 രൂപ കൊടുക്കണം. ഇപ്പൊ എന്റെ ജിമ്മിലുണ്ടായിരുന്ന 4 ട്രെഡ്മില്ല് ഞാൻ പൊളിച്ചു മാറ്റി. അതെല്ലാം ഒരു പ്രാവശ്യം കംപ്ലൈന്റ് ആയി, ഒരിക്കലും തിരിച്ചു നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആണ്. ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അത്രത്തോളം മെഷീന്റെ ഉപയോഗം. ഈ ഒരു ഇതിന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ 5.5 അടി നീളം മതി, 3 അടി വീതി മതി. ഒരു ബെഡ്റൂമിലിട്ട് ചെയ്യാവുന്ന അത്രയും സ്പേസ് മതി ഇതിന്. അപ്പൊ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇവിടെ അങ്കമാലിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം. ഇദ്ദേഹത്തിന്റെ 2 ജിമ്മൊക്കെ ഉണ്ട് ഇവിടെ, ലേഡീസിന്റെയും ജെന്റ്സിന്റെയും. വർഷങ്ങളായിട്ട് ഇത് നടന്നതാണ്. അപ്പോൾ വേണമെന്നുള്ളത് ബന്ധപ്പെടാൻ ഞാനിവിടെ കോൺടാക്റ്റുകളുടെ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫീൽഡിലേക്ക് വന്നിട്ട് കുറെ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ കണ്ടു കുറെ അധികം മെഡലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ട്രോഫികൾ. അതെ, കുറെ ഏതാണ്ട് അമേരിക്കയിൽ നടന്ന മത്സരത്തിലോ എന്തൊക്കെയോ കണ്ടിരുന്നു. അങ്ങനെ കുറെ ഇത് കണ്ടിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇതുവരെ ഉണ്ടായ നേട്ടം? എന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഞാൻ അമേരിക്കയിൽ കാലിഫോർണിയയിൽ നടന്ന വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് മാസ്റ്റേഴ്സ് വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ ഗോൾഡ് മെഡൽ വന്നു 2019 എന്റെ 59ാമത്തെ വയസ്സിൽ. അതിന് മുൻപ് 2012 ഞാൻ 2 ഗെയിമിൽ ചെയ്തിട്ടുണ്ട് വേൾഡിൽ. ബോഡി ബിൽഡിംഗ് എൻ്റെ മറ്റൊരു ഗെയിമായിരുന്നു. ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ വേൾഡ് 2012 ബാങ്കോക്കിൽ, 2017 ഗ്രീസിൽ ഏതൻസിൽ വെച്ചിട്ട് 2 തവണ വേൾഡ് ബ്രോൺസ് മെഡൽ വന്നു. പിന്നെ ഏഷ്യ സെക്കൻഡ് വന്നിട്ടുണ്ട് പല പ്രാവശ്യം. ഒരു 4-5 പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ വന്നിട്ടുണ്ട്. മിസ്റ്റർ കേരള എത്ര വേണമെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചെറുപ്പക്കാരുടെ ഒപ്പമുണ്ടോ? ഞാൻ മിസ്റ്റർ ഇന്ത്യ വന്നതൊക്കെ ചെറുപ്പക്കാരോടൊപ്പമാണ്. 50 വയസ്സിലാണ് ഞാൻ ചെറുപ്പക്കാരോടൊപ്പം മത്സരിച്ച് മിസ്റ്റർ ഇന്ത്യ ആയത് 2010 ജയ്പൂർ വെച്ചിട്ട്.